ഒരു വൈകാരികമായ നിമിഷമാണെന്നറിയാം. പക്ഷേ രാജ്യത്ത് തന്നെ അപൂർവമായ ഒരു വിധിയാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? നീതിപൂർവമായ ഒരു സമീപനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തെളിവുകൾ അതേപോലെ തന്നെ കോടതി സ്വീകരിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ കൃത്യമായ രീതിയിൽ യഥാർത്ഥ കൾപ്രിറ്റ്സിനെ തന്നെ കോടതിയുടെ മുന്നിൽ എത്തിച്ചു. അത് നല്ല രീതിയിൽ തന്നെ പ്രോസിക്യൂട്ടർ പ്രസൻറ്റ് ചെയ്തു. ഈ നഷ്ടത്തിനിടയിലും ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് വിധി. ഇങ്ങനെ വധശിക്ഷ എന്നുള്ളത് സാധാരണ ഇത്തരം കേസുകളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു വിധിയിലേക്ക് ചിലപ്പോൾ അന്തിമഘട്ടത്തിൽ എത്താറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധിയിലേക്ക് വന്നപ്പോൾ എന്താണ് ആ സമയത്ത് വിധി കേട്ടപ്പോൾ ഉണ്ടായൊരു ഫീല്? സത്യത്തിൽ ഞാനിത് പ്രതീക്ഷിച്ചതന്നെ, ഞങ്ങളെല്ലാവരും ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ആഗ്രഹത്തേക്കാൾ എപ്പോഴും പ്രതീക്ഷിച്ചു. കാരണം അപൂർവമായ കേസ് തന്നെയായിരുന്നു ഇത്. സാധാരണ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിൽ ഇതിനെ കാണാൻ കഴിയില്ല. അത് ആ സമയത്ത് കണ്ട ഞങ്ങൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് ഭീകരത മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപൂർവങ്ങൾ തന്നെയാണ്. അത് കോടതി കണ്ടു. ഈ കേസിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം എന്നുള്ളത്, സാധാരണ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളാകെ ആ സമയം തന്നെ പകച്ചുപോയി അല്ലേ? പകച്ചുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. കാരണം യാതൊരുവിധ ഒരു ഉറുമ്പിന് പോലും ദ്രോഹം ഉണ്ടാക്കാത്ത രീതിയിലുള്ളൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ ഇത്ര ഒരു ആക്രമണം വീടിൻ്റെ അകത്ത് കയറി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊരു സെക്കൻഡ് നമ്മൾ പകച്ചു എന്നല്ല പറയേണ്ടത്, വല്ലാത്തൊരു ഭീകരത സൃഷ്ടിച്ചു അവർ. ഷോക്ക് ലൈഫ് ലോങ് ഉണ്ടാവും, അത് മാറില്ല. കാരണം കണ്ണടച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ കയറുമ്പോഴും ഞങ്ങൾക്ക് ആ സ്ഥലത്ത് ചവിട്ടാൻ പോലും പറ്റുന്നില്ല. അയ്യോ എൻ്റെ ഏട്ടൻ വീണ് കിടന്ന സ്ഥലമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ സ്ഥലം ചവിട്ടാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് മുറിയിൽ കയറുമ്പോഴത്തേനും ഓർമ്മകൾ ഇങ്ങനെ. അതുകൊണ്ട് ലൈഫ് ലോങ് ഈ ട്രോമ ഞങ്ങളെ അങ്ങനെ തന്നെ പിന്തുടരും. പക്ഷെ അതിനിടയിലും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ശക്തിയോളം യഥാർത്ഥ പ്രതികളെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി നിയമത്തിന് മുന്നിൽ. ആ ഒരു കാര്യം കോടതി സത്യം കണ്ടെത്തുകയും ചെയ്തു. പോലീസിനെ വല്ലാതെ പ്രകീർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത്രത്തോളം എല്ലാ തെളിവുകളും വന്നു അല്ലേ? ഡിജിറ്റൽ എവിഡൻസ് എല്ലാ തെളിവും സത്യത്തിൽ പോലീസ് ടീം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. കാരണം പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസിനും അറിയാലോ, വെറുതെ വേഗമായിട്ട് നടന്നൊരു ആളല്ല പുള്ളി. അത്രയും സത്യസന്ധനായ ഒരു മനുഷ്യനാണെന്നും യാതൊരു ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാകാത്ത ഒരാളുടെ ഇത് പോലീസിനറിയാമല്ലോ നാട്ടിൽ. അത്രയും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സമ്മതനായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസ്. അദ്ദേഹത്തിനുണ്ടായപ്പോൾ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി, സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തി. രണ്ടാമതൊന്നും കോടതിക്ക് പോലും ചിന്തിക്കേണ്ടി വന്നില്ല വധശിക്ഷ. കാരണം തെളിവുകൾ അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. കോടതിയിൽ നിരത്തിയ തെളിവുകൾ സ്ട്രോങ് ആയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ദൃക്സാക്ഷികളല്ലേ, ഞാനും അമ്മയും ചെറിയ മോളും. ഞങ്ങളവരെ കോടതിയുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഓരോരുത്തരും ചെയ്ത പ്രവൃത്തി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അമ്മേ, എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? കോടതിയുടെ വിധി സംതൃപ്തിയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറം വിധി ഒരിക്കലും പകരമാകില്ല, പക്ഷെ ഒരു ആശ്വാസം ആകില്ല. ഞങ്ങളുടെ നഷ്ടം തന്നെയാണ്, ജീവിതകാലം മുഴുവനുള്ള നഷ്ടം. എന്നാലും അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കോടതി വിധിക്ക് അപ്പോഴും പ്രകൃതിക്കൊരു നീതിയുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുക. ഞങ്ങൾ നല്ല ഈശ്വര വിശ്വാസികളുമാണ്. ഇപ്പോൾ 10ാം പ്രതി അനുഭവിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലാണ് അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹം അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബവും അനുഭവിക്കും. അതുപോലെ ഓരോ പ്രതികൾക്കുമുള്ള ശിക്ഷ ഭഗവാന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഒരുപക്ഷെ എനിക്കും അന്മയ്ക്കും കാണാൻ പറ്റില്ലായിരിക്കും, എൻ്റെ മക്കൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ഓരോ ഇത്. മോളും കാണും, മോളും കണ്ടിട്ടേ പോകുള്ളൂ. അമ്മയ്ക്ക് അതിനുള്ള ആയുസ് ഉണ്ടാവില്ല, പക്ഷെ മോളത് കണ്ടേ പോകുള്ളൂ. കാണണം, ദൈവം കാണിക്കണം. അത് അതിനുശേഷം ഒരു പ്രാർത്ഥനകളൊക്കെ ആയിരിക്കും അല്ലേ? ഇങ്ങനെ ഓരോ നിമിഷവും പ്രാർത്ഥനയുണ്ട്. മഹാദേവൻ കൂടെ ഉണ്ട് ഞങ്ങളുടെ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന്. കാരണം സാധാരണ ഒരു കേസിലും ഒരുപാട് ചവിട്ടി പിടിച്ചു ഇവർ കേസ് പല വിധത്തിൽ മാറ്റാൻ. വക്കീലിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് 1 വർഷമാണ് കേസ് നീട്ടിക്കൊണ്ടു പോയത് വക്കീലിനെ. അതിനുവേണ്ടി ഞങ്ങളും പ്രവർത്തിച്ചു, നല്ലൊരു വക്കീലിനെ തന്നെ അവർക്ക് കിട്ടട്ടെ, പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സ് തന്നെ ഇതിനകത്ത് അപ്പിയർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെയാണ് പ്രഗത്ഭരായ പല സ്ഥലത്തു നിന്നും, കോഴിക്കോട് നിന്നും തൃശ്ശൂരിൽ നിന്നുള്ള എറണാകുളത്തു നിന്നുള്ള പ്രഗത്ഭരായ വക്കീൽ തന്നെയാണ് ഇതിനു വേണ്ടി ഹാജരായത്. എത്രയും പെട്ടെന്ന് വക്കീലിനെ കിട്ടി കോടതിയിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മൊഴി കൊടുക്കണമെന്നുള്ളത് തന്നെയാണ്. കാരണം അമ്മയുടെ പ്രായം അതിനൊരു വലിയ ഘടകമാണ്. കാരണം അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു വിധി ഉണ്ടാകണം. സ്വന്തം കൺമുന്നിൽ സ്വന്തം മകൻ, ആദ്യം അമ്മയെന്ന് വിളിച്ച മകനാണ് കൺമുന്നിൽ
സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവില്ല? കാരണം ഇങ്ങനൊന്നും ഒരു സംഭവം ഉണ്ടാകുന്നു, പിന്നെ അതിനോട് നമ്മൾ പോലീസിനോട് സഹകരിക്കേണ്ടി വരുന്നു, അങ്ങനെ മുന്നോട്ടുള്ള അതൊരു ഒത്തിരി സമ്മർദ്ദം. അതും മാത്രമല്ല, 3 മുസ്ലിം സ്ത്രീകളാണ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച് എൻ്റെ ഓഫീസിലും വീട്ടിലും വന്നത്. 3 മുസ്ലിം സ്ത്രീകൾ വന്നു. അവർ സ്നേഹപൂർവമായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയേണ്ടത്, ഭീഷണി. മോളിനി ഒന്നിനും പോവണ്ട. ഒരു പ്രായമുള്ള സ്ത്രീയാണ്. ഉമ്മ പറയുകയാണ്, മോളിനി ഒന്നിനും പോകണ്ട, മോക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്, അവരുടെ ആ പെൺകുഞ്ഞുങ്ങൾ ഇനി SDPക്കാരുടെ കയ്യിൽ പെടാതെ മോള് നോക്കിക്കോ എന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു എനിക്ക്. ഈ ആ സമയത്ത് ഈ സംഭവം ഉണ്ടായ തൊട്ട് പിന്നാലെയായിരുന്നു എങ്ങനെ? അതെ, അത് ഒരു ഡിസംബറിൽ സംഭവം, മാർച്ച് മാസത്തിനകം, അതായത് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിനകം തന്നെ 3 പേര്, 2 പേര് ഓഫീസിൽ വന്നു, ഒരു സ്ത്രീ വീട്ടിൽ വന്നു. എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്. അച്ഛൻ പോയതിൽ അച്ഛൻ്റെ വിടവ് ഇതാക്കാൻ പറ്റത്തില്ലെങ്കിലും നീതി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛൻ പോയ വിഷമം ഉണ്ട് എങ്കിലും സങ്കടത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സന്തോഷമാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. ഒരു വലിയ വേദനയായിരുന്നല്ലോ ഇത്, എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയും? അതിജീവിക്കാൻ വളരെ വേദനയായിരുന്നു. അതിജീവിക്കാൻ അമ്മയും കൂട്ടുകാരും എല്ലാവരും അങ്ങനെ പോയി. ചേച്ചി, ഇവളെ ഒന്ന് ഓക്കെ ആക്കി എടുക്കുക എന്നുള്ളതായിരിക്കും ആ സമയത്തുള്ള, അതെങ്ങനെയായിരുന്നു? എന്താ പറയണ്ട, ഞങ്ങൾക്ക് മോൾ അന്ന് ആ സമയത്ത് പറഞ്ഞത് വെച്ചാൽ, അമ്മ നമുക്കും ഒപ്പം മരിച്ചേക്കാം, വിഷം കഴിക്കാം, നമുക്ക് മരിക്കാം, അച്ഛൻ പോയ സമയത്ത് നമുക്കും. ഞാൻ അന്ന് പറഞ്ഞു കൊടുത്തു, മോനെ അതല്ല, ഈ പ്രതികളെ നമ്മൾ നേരിട്ട് കണ്ടതാണ്, നമുക്ക് നിയമത്തിന് മുന്നിൽ അവരെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ അതുവരെയെങ്കിലും നമ്മൾ ജീവിച്ചിരുന്നേ പറ്റൂ. ആ ഒരു വാശിയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. സത്യത്തിൽ പ്രതികൾക്ക് ശിക്ഷ കിട്ടണം, അതൊരു വാശിയായി. പ്രതികൾക്ക് ശിക്ഷ കിട്ടണം, അതൊരു വാശിയാണ്. ഭഗവാനോട് അതിൻ്റെ ഇരട്ടി കൊടുക്കണമെന്നുള്ള ഓരോ കണ്ണുനീർ തുള്ളിയിലും കണ്ണുനീരല്ല വരുന്നത്, കണ്ണിൽ നിന്ന് ചോരയാണ് വന്നുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ അതിനുള്ള ഇത് കിട്ടും എന്ന്. ഇപ്പം കോടതി സത്യം പറഞ്ഞാൽ നിയമത്തിന്റെ വഴിക്ക് വിടുന്നു. ഞങ്ങൾ നീതിപീഠത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇത് ഇത്രയും വർഷമായിട്ട് കോടതിയിൽ കയറി 20 വർഷം പ്രാക്ടീസ് ചെയ്ത ഒരു ലോയറാണ് കൊല്ലപ്പെട്ടത്. വെറുതെ വഴി കൂടെ നടന്ന ആൾക്കാരും അങ്ങനെ ഇങ്ങനെയല്ല. ഇവരുടെ വീട്ടിൽ കയറി ചെന്ന് ഇവരെ ആരും ഒന്നും ചെയ്തിട്ടല്ല, ഇവരുടെ സമൂഹത്തിനൊന്നും ചെയ്തിട്ടല്ല. എന്തിനാണ് അദ്ദേഹത്തെ, ഇവർ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ? അവർക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്നുള്ളത് എൻ്റെ വാശി തന്നെയായിരുന്നു. അതിലുപരിയുള്ള വാശി, ഒരു ദിവസം പോലും ഇവർ ജാമ്യത്തിൽ ഇറങ്ങരുതെന്നുള്ളത്. തൊട്ട് പിന്നാലെ ഞാനും പ്രോസിക്യൂട്ടറും സംഘവും എല്ലാം ഉണ്ടായിരുന്നു. മോളെ, ഇങ്ങനൊരു വിധി വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ?